ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളം ചോദ്യപേപ്പർ പാറ്റേൺ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും 2025 ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതാൻ പോകുന്ന ആളുകളായിരിക്കും അല്ലെ. ഇനി 25 ഏപ്രിൽ അല്ലെങ്കിൽ ഒക്ടോബർ ബാച്ചിൽ എക്സാം എഴുതാൻ പോകുന്ന ആളുകൾക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിന്റെ ചോദ്യപേപ്പർ പാറ്റേൺ ആണ്. കാരണം നമ്മൾ ചോദ്യപേപ്പർ പാറ്റേൺ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് നമ്മളെ മുന്നിൽ കിട്ടുന്ന ചോദ്യപേപ്പർ നമ്മൾ പഠിച്ച പാറ്റേണിലുള്ളതാണ് തന്നെ നമുക്കൊരു റിലാക്സേഷൻ ആണ്. നമ്മൾ പഠിച്ച അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇനി എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം, അതുപോലെ എത്ര മാർക്കിനൊക്കെ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് കൂടെ കിട്ടും. സോ നമുക്ക് നോക്കാം മലയാളത്തിന്റെ ചോദ്യപേപ്പർ പാറ്റേൺ. മറ്റുള്ള ചോദ്യപേപ്പറുകൾ പോലെ തന്നെ ഒരേ സ്ട്രക്ചർ തന്നെയാണ്. എന്താണ്, 50% ഒബ്ജക്റ്റീവ് ടൈപ്പും 50% സബ്ജക്റ്റീവ് ടൈപ്പും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ ഈ 50% ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് മറ്റുള്ള ചോദ്യപേപ്പറിലൊക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, അതുപോലെ തന്നെ മാത്സ് ഫോളോയിങ് അല്ലെ, വിട്ട ഭാഗം പൂരിപ്പിക്കുക, അതുപോലെ ചേരുംപടി ചേർക്കുക, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ മലയാളം ചോദ്യപേപ്പർ പാറ്റേണിൽ നമുക്ക് മാതൃക നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല. 1 മുതൽ 50 ചോദ്യം വരെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി എന്താണ്, ഇതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, കുഞ്ചൻ നമ്പ്യാർ പുരാണ കഥകളെ തുള്ളലിലൂടെ പുനരാവിഷ്കരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ABCD എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്തായിരിക്കും ഓപ്ഷൻസ്, 4 ഓപ്ഷൻസ് തരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ്, സിംപ്ലി ഈ ഒരു ഓപ്ഷൻസ് കണ്ടിട്ട് അതിൽ നിന്ന് ശരിയായതെടുത്ത് എഴുതാവുന്നതാണ്. അപ്പം ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, അതിൽ A ആണെങ്കിൽ A എന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഓപ്ഷൻ അത് നിങ്ങൾ മുഴുവനായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ എഴുതാം. ഇനി ഓപ്ഷൻ A എന്ന് എഴുതി വെച്ചാലും, അല്ലെങ്കിൽ എന്താണ്, മലയാളം ചോദ്യപേപ്പർ ആണ്, അപ്പൊ നിങ്ങൾ മലയാളം ലിപിയിൽ തന്നെ എഴുതുക. ഇംഗ്ലീഷ് കലർത്തിയിട്ട് A എന്നൊന്നും എഴുതി വെക്കരുത്. അപ്പൊ അവിടെ നിങ്ങൾ A എന്ന് മലയാളം ലിപിയിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യത്തെ 50 ചോദ്യങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും, കാണുന്നില്ലേ? ആദ്യത്തെ 50 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കണ്ടോ. ഇതൊക്കെ ABCD ഓപ്ഷൻസ് ആണ്. 24, 25, 30, 32 ചോദ്യങ്ങൾ. ഇത് 50 വരെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. 50ാമത്തെ ചോദ്യമാണിത്. 50ാമത്തെ ചോദ്യം വരെ ഇതുപോലെ ഓപ്ഷൻ ആണ് തരുന്നത്. കൃഷ്ണന്റെ ചിരിയെ അന്നത്തെ പുണ്യം എന്ന കവിതയിൽ എന്തിനോടാണ് സദൃശ്യപ്പെടുത്തുന്നത്? മഴയോട്, പൈമ്പാലിനോട്. അങ്ങനെ ഓരോ ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പം ഇതില് 50% ചോദ്യങ്ങൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. ഇനി ഈ ഒരു 10ാം ക്ലാസ്സുകാരുടെ മലയാളം ആണെങ്കിൽ അവർക്ക് ഗ്രാമർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന +2കാരുടെ മലയാളം ചോദ്യപേപ്പർ പാറ്റേൺ ആണ്. ഇനി ഈ ചോദ്യപേപ്പർ പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഭാഗമാണ് എന്ത്, സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ലെ. ഇതിലെല്ലാവരും മിസ്സിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത്, മിസ്സേ എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ടാവോ? കാരണം അതാണ് ഏറ്റവും വലിയ പേടി. എസ്സേ ക്വസ്റ്റ്യൻ വരുന്നത്, അത് അറ്റൻഡ് ചെയ്യുന്നത് ഒക്കെ ആലോചിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെറും 15 മാർക്കിനാണ് വരുന്നത്. വെറും 15 മാർക്കിന് മാത്രമാണ് എസ്സേ ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടോ, ലഘുതര ഉത്തരങ്ങൾ 20 മാർക്കിനാണ് ലഘുതര ഉത്തരങ്ങൾ വരുന്നത്. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഉത്തരങ്ങൾ എഴുതേണ്ട ചോദ്യം. ഇനി ഈ 50 ചോദ്യം സബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ ലഘു ഉത്തരങ്ങൾ കുറച്ചുകൂടി മാർക്കിന് എഴുതേണ്ടത് 15 മാർക്കിനാണ് വരുന്നത്. ടോട്ടൽ മാർക്കാണ് കേട്ടോ പറയുന്നത്. അതുപോലെ ഉപന്യാസ ഉത്തരങ്ങൾ എഴുതേണ്ടത് 15 മാർക്കിനാണ് വരുന്നത്. അപ്പൊ ഈ 15 മാർക്കിന് എഴുതേണ്ട ചോദ്യങ്ങളെ പേടിച്ചിട്ടാണ് ബാക്കി ഇത്രയും മാർക്കിനുള്ള ചോദ്യങ്ങള് നിങ്ങൾ എന്താ പറയാ, ടെൻഷൻ ആയിട്ട് എഴുതുന്നത്. അപ്പൊ അത് വേണ്ട. ഇനി എന്ത് ചെയ്യാ, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇത്രയൊക്കെ മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള രീതിയിലാണ് നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി പഠിക്കേണ്ടത്. നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഇരിക്കുക. ചോദ്യ പേപ്പർ കണ്ട് പേടിക്കരുത്. ഈ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്നുള്ള ഒരു ഡിവിഷൻ ഒക്കെ NIOS കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പിൽ 50 ചോദ്യങ്ങളാണ് കിടക്കുന്നത്. അതിൽ നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഒരു 10ഓ 20ഓ എണ്ണം നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ തന്നെ 20 മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ ഈ സബ്ജക്റ്റീവിന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. അതായത് 1, 2, 3 വാക്യത്തിലാണ് ഉത്തരം എഴുതേണ്ടത്. 2, 3 വാക്യത്തിലാണ് ഇവിടെ ഉത്തരം എഴുതേണ്ടത്. 2
മാർക്കിന്റെ വെറും 10 ചോദ്യങ്ങളാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. 2 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 20 മാർക്ക് അവിടെ കിട്ടി. ഇനി അടുത്തത് 3ഓ 4ഓ വാക്യത്തിൽ എഴുതേണ്ടത് 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 3 മാർക്കിന്റെ 5 ചോദ്യം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. 3 മാർക്കിന്റെ 5 ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ 3ഓ 4ഓ വാക്യത്തിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടി. സോ ഈ 2 മാർക്കും 3 മാർക്കും അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സിംപ്ലി 35 മാർക്ക് കിട്ടി. ഈ 35 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ സേഫ് സോണിലാണ്. കാരണം എന്താ, 33 മാർക്ക് 100ൽ 33 മാർക്ക് നിങ്ങൾ എഴുതി കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ആശ്വാസമായി അല്ലെ, റിട്ടേൺ എക്സാം നിങ്ങൾ ക്വാളിഫൈ ആയി. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിന് നമ്മൾ പറയുവാണെങ്കിൽ 33 മാർക്കെങ്കിലും നമ്മൾ സ്കോർ ചെയ്യാനുള്ള രീതിയിലായിരിക്കണം എഴുതേണ്ടത്. സോ അത് കഴിഞ്ഞാൽ 33 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് സോണിലാണ്. സോ നമ്മൾ ഈ ഒരു സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലെ 2 മാർക്ക് 3 മാർക്ക് ചോദ്യങ്ങൾ എഴുതുമ്പോൾ തന്നെ 35 മാർക്കായി. ഇനി ആണ് ഈ ഒരു എസ്സേ ചോദ്യം വരുന്നത്. എസ്സേ ചോദ്യം 5 മാർക്കിന്റെ ചോദ്യമാണ്. 5 മാർക്കിന്റെ 3 ചോദ്യങ്ങൾ മാത്രമാണ് നിങ്ങൾ എഴുതേണ്ടത്. കണ്ടോ, 3 ചോദ്യങ്ങൾ, വെറും 3 ചോദ്യങ്ങളെ ഒരു പേടിയാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കാണാറ്. സംഭവം എത്രയേ ഉള്ളൂ, ഒരു പേജിൽ കവിയാതെ നമ്മൾ ഉത്തരം എഴുതിയാൽ മതി. ഒരു പേജ്, ജസ്റ്റ് ഒരു പേജിൽ കവിയാതെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്കിനുള്ള ചോദ്യത്തിന്റെ നല്ലൊരു ഉത്തരവായി. കൂടുതലൊന്നും നിങ്ങൾ വലിച്ചു നീട്ടി എഴുതേണ്ട ആവശ്യമില്ല. ഒരു 3-4 പേജ് എടുത്ത് ഒരുപാട് ഷീറ്റൊക്കെ എടുത്ത് എഴുതുന്ന കുട്ടികളെ കാണാം. അത്രയൊന്നും ആവശ്യമില്ല. ഒരു പേജ്, ഒരു ഒറ്റ പേജിൽ കവിയാതെ എഴുതിയാൽ 5 മാർക്കിനുള്ള ഉത്തരവായി. സോ അത്രയും നിങ്ങൾക്ക് എഴുതേണ്ടതുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് 15 മാർക്കാണ് സ്കോർ ചെയ്യാനുള്ളത്. 3 ചോദ്യം മാത്രം എഴുതിയാൽ മതി. സോ ഇതാണ് ഈ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഏരിയ. അപ്പം സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ തന്നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 മാർക്കിന്റെ 20 ചോദ്യം, 3 മാർക്കിന്റെ 5 ചോദ്യം, 5 മാർക്കിന്റെ 3 ചോദ്യം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അവിടെ വരുന്നത്. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ എക്സാം ചോദ്യം. മലയാളം +2കാരുടെ NIOS +2 മലയാളത്തിന്റെ ചോദ്യപേപ്പർ പാറ്റേൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതിന്റെ പാറ്റേൺ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആരാണ് ചെയ്യുക? നിങ്ങളെ മലയാളം ടീച്ചർ തന്നെയാണ് ചെയ്യുക അല്ലെ? ഓക്കെ. അപ്പൊ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും നമ്മുടെ 2025 ഏപ്രിൽ ബാച്ചിന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സൂപ്പർ ക്രാഷ് ലൈവ് ക്ലാസ്സുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്നുള്ളത്. ഫെബ്രുവരി 11 മുതൽ യൂട്യൂബ് ചാനലിൽ, നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ സൂപ്പർ ക്രാഷ് ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും ചാപ്റ്റർ വൈസ് റിവിഷൻസിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അല്ലെ? അതിന്റെ ചാപ്റ്റർ വൈസ് റിവിഷൻ കഴിഞ്ഞാലേ നമ്മൾ എന്തിലേക്ക് കടക്കാറുള്ളൂ, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് നടക്കാറുള്ളൂ. അപ്പൊ അത് നമ്മൾ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് ടീം തന്നെയാണ്, ഓരോ സബ്ജക്ട് ടീച്ചേഴ്സ് തന്നെയാണ് തരുന്നത്. പക്ഷെ അത് സൂപ്പർ ക്രാഷിന്റെ സെക്കൻഡ് പാർട്ടാണ്. അത് സൂമിലാണ് ലഭ്യമാവുക. അപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻറ് ആണെങ്കിലും നിങ്ങൾക്ക് അത് ലഭിക്കും. എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ സൂപ്പർ ക്രാഷ് 2025 ബാച്ചിലെ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുത്താൽ മതി. ആ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിലെ സൂം ലൈവ് ക്ലാസ്സുകളും മെറ്റീരിയൽസും ആപ്പിലെ ക്ലാസ്സുകളും ഒക്കെ ലഭ്യമാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ അവസരം മിസ്സാക്കരുത്. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, എക്സാമിന് എന്ത് തന്നെയാണെങ്കിലും പാസ് ആവണം എന്നുള്ള ഒരു മോട്ടീവുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്ന് താഴെ കാണുന്ന ഏത് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഒരുപാട് നമ്പേഴ്സ് ഇപ്പോൾ സ്ക്രോൾ ആവുന്നുണ്ടാവും അല്ലെ? അല്ല, ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാം. സോ ഒരു കാര്യം കൂടെ പറയാണ്, NIOSന്റെ സ്റ്റഡി മെറ്റീരിയൽസ് കൂടെ വേണം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അതേ ഗൈഡ് ബുക്കുകൾ ആവശ്യമാണ് എന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗൈഡ് ബുക്കിന്റെ സോഫ്റ്റ് കോപ്പീസും അതുപോലെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ട്, ഷോർട്ട് നോട്ട്, ഇങ്ങനെയുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽ സപ്പോർട്ടും നമ്മളെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അതേ ഗൈഡ് ബുക്കിന്റെ ഹാർഡ് കോപ്പീസ് നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ഫ്ലിപ്കാർട്ടിലും ആമസോണും വഴി ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ NIOSന്റെ ഇതുപോലത്തെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ ഇനിയും കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്ന വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്